അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രിഗണോമെട്രീൻ്റെ 2-3 എക്സ്പ്ലനേഷനോടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റ ബൈ 1 മൈനസ് സൈൻ തീറ്റ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ സീക് തീറ്റനും ടാൻ തീറ്റനും നമുക്കൊന്ന് അപ്പോൾ സൈന് കോസ് ടാന് കൊസീക്ക് സീക്ക് കോട്ട് ഇങ്ങനെയാണല്ലോ. അപ്പോൾ സൈനിൻ്റെ ഓപ്പോസിറ്റാണ് കൊസീക്ക്, കോസിൻ്റെ ഓപ്പോസിറ്റാണ് സീക്ക്. അപ്പോൾ കോസിൻ്റെ ഓപ്പോസിറ്റാണല്ലോ സീക്ക്. ആ സീക്കിൻ്റെ വാല്യൂ 1 കോസ് തീറ്റയാണ്. അതുപോലെ തന്നെ ടാൻ്റെ വാല്യൂ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പം അത് മാറിയല്ലോ. ഇനി ഇപ്പുറത്ത് എന്താ ചെയ്യാൻ പറ്റുക? ഇതിൽ മുകളിലും താഴത്തും 1 മൈനസ് സൈൻ തീറ്റ ആണല്ലോ. നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ അറിയാം. അതായത് a² മൈനസ് b² ഈക്വൽ ടു a+b ഇൻറ്റു a-b. ഈ ഒരു വാല്യൂ പോലെ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇൻറ്റു ചെയ്യുക. അതായത് a-b കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 മൈനസ് സൈൻ തീറ്റ വരും. അല്ല 1 മൈനസ് അല്ല, അപ്പോൾ 1 പ്ലസ് തന്നെ വരും. അപ്പോൾ താഴത്തും അതുപോലെ തന്നെ 1 പ്ലസ് സൈൻ തീറ്റനോട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഒന്നിനോട് ഇൻറ്റു ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ പണ്ടത്തെ വാല്യൂ ചെയ്താൽ 1 മൈനസ് സൈൻ തീറ്റ. ഇനി ഇതൊന്ന് മാറ്റി ചെയ്തുകയാണെങ്കിൽ എത്രയാണ് വരിക? ഇത് 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്നാവില്ലേ? അപ്പോൾ തന്നെ ഇതെന്താവും? റൂട്ട് ഓഫ് 1 പ്ലസ് ഇവിടെ 2 ഉണ്ടല്ലോ, അപ്പോൾ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ വരും. അതായത് a² എന്നാവുമല്ലോ, ഡിവൈഡ് ബൈ ഇങ്ങനെയുള്ള. അപ്പോൾ a² മൈനസ് b² എന്നാകുമ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. 1 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 തന്നെയല്ലേ? അപ്പോൾ അങ്ങനെ വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒന്ന് കൊടുക്കാം. ഈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പറഞ്ഞാൽ നമുക്ക് വേറൊരു വാല്യൂ അറിയാലോ. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇങ്ങനെ ഒരു വാല്യൂ കൂടി അറിയാമല്ലോ. ഈ 2 വാല്യൂ വെച്ചിട്ടാണ് ഇക്വേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇത് 1 മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വരും. ഈ 1 മൈനസ് സൈൻ തീറ്റ എന്നുള്ളതിനെ അതുപോലെ തന്നെ എടുത്ത് എഴുതുക. 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു ഇവിടെ എത്ര വാല്യൂ വരുന്നത്? 1 പ്ലസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇത് കണ്ടിട്ട് എന്തുകൊണ്ട് 1 പ്ലസ് സൈൻ തീറ്റ 1 അപ്പോൾ ഈ റൂട്ട് ഇവിടെ ക്യാൻസൽ ആവില്ലേ മുകളിലുള്ള? അപ്പോൾ താഴത്തുള്ളതിൻ്റെ റൂട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പറഞ്ഞാൽ എന്താ? ഇതിന്ന് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ കോസ് സ്ക്വയർ തീറ്റയാവും. അപ്പോൾ അതെന്താ? 1 പ്ലസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. ആ സ്ക്വയർ ക്യാൻസൽ ആയി പോകും. ഇനി ഇവിടെയും കോസ്. അപ്പോൾ എന്തൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ വരിക? ഇവിടെ a പ്ലസ് ബി ഇൻറ്റു a-b. അപ്പോൾ എന്താ വരിക? a² മൈനസ് b² വന്നല്ലോ. ഇനി എന്താ വേണ്ടത്? ഡിവൈഡ് ബൈ കോസിൻ്റെ കോസ് സ്ക്വയർ തീറ്റ ആവില്ലേ? ഈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പറഞ്ഞാൽ എന്താ? കോസ് സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ ആണല്ലോ, ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ആൻസർ 1 വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തൊരു വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ സൈൻ 30 കോസ് 45 ഡിവൈഡ് ബൈ സൈൻ 60 ആണ്. ഓപ്ഷനിൽ റൂട്ട് 6/12 റൂട്ട് 2/3 2√3 2/√3. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം കറക്റ്റായിട്ടുള്ള വാല്യൂസ് ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെയൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം എല്ലാവരും ആ ഒരു പട്ടിക പഠിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ വെച്ച് നോക്കാം. എങ്ങനെയാണ് വരിക? സൈൻ 30ൻ്റെ വാല്യൂ എത്രയാണ്? 1/2 ഇൻറ്റു കോസ് 45ൻ്റെ വാല്യൂ 1/√2. കോസ് 45 സൈൻ 45 ഒരേ വാല്യൂ ആണ്. ഇനി ടാൻ 60 പറയുമ്പോൾ √3 വരും.
അപ്പോൾ ഈ √3 വേണം മുകളിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് വാല്യൂ എങ്ങനെ വരിക വെച്ചാൽ 1/2 ഇൻറ്റു √2 ഇൻറ്റു √3 ആവില്ലേ. അപ്പോൾ √2 ഇൻറ്റു √3 പറഞ്ഞാൽ 1/2 √6 വരും. 2 ഇൻറ്റു 3 പറഞ്ഞാൽ 6. നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ആകെപ്പാടുള്ള √6 വരുന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ ആക്കാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ താഴത്തെ മുകളിൽ √6 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. അപ്പോൾ √6/√6 ഇൻറ്റു 1/2 √6. അപ്പോൾ √6 √6 6 ആയി മാറില്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ √6 മുകളിൽ അതുപോലെ തന്നെ വരും. താഴത്ത് 2 ഇൻറ്റു 6 ആവും. അപ്പോൾ √6/12. അപ്പോൾ ഓപ്ഷൻ എ ആണ് √6/12 ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. sin⁡θ/cos⁡θ പ്ലസ് cos⁡θ/sin⁡θ ഹോൾ സ്ക്വയർ എത്രയാണ് വാല്യൂ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ sin⁡θയും cos⁡θയും അപ്പോൾ ഡിവിഷനൊക്കെ സെയിം ആക്കാൻ വേണ്ടി നമുക്കിവിടെ കോസിനെ സൈൻ കൊണ്ടും സൈനിനെ കോസും കൊണ്ടും ആക്കാൻ പറ്റാം. അപ്പോൾ ഡിവൈഡർ ബൈ വരുമ്പോൾ sin⁡θ ഇൻറ്റു ഇവിടെ കോസ് അല്ലേ വരുന്നത്, അപ്പോൾ സൈൻ കൊണ്ട് ഇൻറ്റു ചെയ്യാം. sin⁡θ ഡിവൈഡ് ബൈ cos⁡θ ഇൻറ്റു ഇവിടെ സൈൻ അല്ലേ വരുന്നത്, അപ്പോൾ sin⁡θ. കാരണം ഇവിടെ സൈൻ ബൈ സൈൻ കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. അവിടെ അങ്ങനെ നോക്കിയാലും മതി. ഇൻറ്റു ഇനി അടുത്ത എന്താ പ്ലസ് ഇവിടെ വരുന്നത് cos⁡θ ഡിവൈഡ് ബൈ sin⁡θ ആണ് ഉള്ളത്. അപ്പോൾ അതിനോട് അടിയിൽ നമുക്ക് സൈൻ ഇൻറ്റു കോസ് ആക്കണം. അപ്പോൾ cos⁡θ ഡിവൈഡ് ബൈ cos⁡θ എന്ന വാല്യൂയോട് ഇൻറ്റു ചെയ്യാം. എന്നിട്ട് ഇത് ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ എത്ര വരിക സൈന് അപ്പോൾ സൈൻ സ്ക്വയർ ആയില്ലേ. sin²θ ഡിവൈഡ് ബൈ ഇവിടെ sin⁡θ cos⁡θ എന്ന് എഴുതുന്നുണ്ട് കേട്ടോ, തിരിച്ച് എഴുതുന്നുണ്ട്, വാല്യൂ ഒന്ന് തന്നെയാണല്ലോ. പ്ലസ് ഇവിടെ cos² വരും, cos²θ ബൈ sin⁡θ cos⁡θ. അപ്പോൾ ഞാൻ ഇവിടെ ഡിവിഷൻ ഈക്വൽ ആയതുകൊണ്ട് ഞാൻ പ്ലസ് ഈക്വൽ ആക്കി ഇതാണ്. അപ്പോൾ ഡിവിഷൻ ഈക്വൽ ആയതുകൊണ്ട് പ്ലസ് ഇങ്ങനെ വരും. അപ്പോൾ sin²θ പ്ലസ് cos²θ എത്രയാണ്? അപ്പോൾ ഇത് പറഞ്ഞാൽ sin² a പ്ലസ് cos² a = 1 എന്നാണ് നമുക്കറിയാമല്ലോ. 1 എന്ന് കൊടുക്കുക. 1 ഡിവൈഡ് ബൈ sin⁡θ cos⁡θ. ഇതിന് ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ, നമ്മൾ ഹോൾ സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ ഓപ്ഷനിലുള്ള ആൻസർ പറഞ്ഞാൽ 1/sin²θ cos²θ എന്നാണ്. ഒന്നല്ലേ ഇതായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. വേറെ ക്വസ്റ്റ്യനിൽ 1 - sin a ഡിവൈഡ് ബൈ 1 + sin a എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷനിൽ ഒന്നും പൂർണ്ണമായിട്ടുള്ള അല്ലാതെ ഡിവിഷനായിട്ട് ടാനൊക്കെ വരുന്നതാണ്. എല്ലാത്തിനും ടാൻ വരുന്നുണ്ട്. അപ്പോൾ ടാൻ വരുന്നതാണ്. നമുക്കിത് ഈക്വലായിട്ട് ആദ്യം ഡിവിഷൻ ഒന്ന് ഒഴിവാക്കാനുള്ള കാര്യം നോക്കാം. ആ ഡിവിഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്കിവിടെ 1 + sin a ആണല്ലോ ഉള്ളത്. അപ്പോൾ √1 - sin a ഡിവൈഡ് ബൈ 1 + sin a. ഇത് ക്വസ്റ്റ്യനുള്ള തന്നെ sin a ഇൻറ്റു ഇവിടെ 1 + sin a അല്ലേ. അപ്പോൾ ഡിവൈഡ് ബൈ 1 - sin a കൂടി ഇൻറ്റു ചെയ്യാം. 1 - sin, അതായത് വിൽക്രമം കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു 1 - sin a. നേരത്തെ ചെയ്തായിട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എന്താ വരിക? √ ഇവിടെ 1 - sin a ഹോൾ സ്ക്വയർ ആവില്ലേ. 1 - sin a ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇവിടെ 1 + sin a ഇൻറ്റു 1 - sin a, അതായത് a + b ഇൻറ്റു a - b അങ്ങനെ ആവുമല്ലോ. അപ്പോൾ a + b ഇൻറ്റു a - b എന്നാൽ a² - b². a² എന്താ 1 മൈനസ് b² എന്താ sin² a വന്നല്ലോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ റൂട്ട് ഒഴിവാക്കാൻ പറ്റുമോ നോക്കാം. റൂട്ട് ഒഴിവാക്കാൻ പറ്റാൻ വേണ്ടി നമുക്ക് 1 - sin² a എന്നുള്ളതിനെ cos² a എന്ന് കൊടുക്കാമല്ലോ. cos² a എന്ന് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? റൂട്ട് ഒഴിവാക്കിയത്, അതായത് 1 - sin a ഡിവൈഡ് ബൈ cos a. ഇത് ഓപ്ഷനിലുണ്ടോ? ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നുകൂടി അടുത്ത സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. എന്താ കോസിനെ വേറെ ചെയ്താൽ, അതായത് 1/cos a മൈനസ് sin a ബൈ cos a. അപ്പോൾ sin a ബൈ cos പറഞ്ഞാൽ എന്താ ടാൻ അല്ലേ. അപ്പോൾ 1/cos a മൈനസ് ടാൻ a വരും. ഇത് ഓപ്ഷനിലുണ്ടോ നോക്കുക. 1/cos a tan. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്തൊരു നോക്കാം.
അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാക്സിമം വാല്യൂ ഓഫ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഇവിടെ സൈൻ തീറ്റ പ്ലസ് കോസ് ബീറ്റ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 എന്ന് കൊടുക്കാമായിരുന്നു. കാരണം സൈൻ തീറ്റേൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, കോസ് തീറ്റേൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. പക്ഷേ സൈൻ തീറ്റയും കോസ് തീറ്റയും തീറ്റാൻ്റെ വാല്യൂ ഈക്വൽ ആയതുകൊണ്ട് ഒരേ ആംഗിളാണ്. അപ്പോൾ സൈൻ 45 ആണ്, ഇവിടെ കോസ് 45 ആയിരിക്കും. അപ്പോൾ മാക്സിമം വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരിക്കലും 2 ആയിരിക്കില്ല, 1 ആവാൻ ചാൻസ് ഇല്ല. എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വാല്യൂനൊന്ന് മാറ്റി ചെയ്താൽ അതെങ്ങനെയാ വെച്ചാൽ നമുക്കതിനെ √2 /√2 അതിൻ്റെ വാല്യൂ എന്താ 1 അല്ലേ, ഇൻറ്റു ഇതേ ക്വസ്റ്റ്യൻ തന്നെ, അതായത് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. അതായത് ഇതിനെ സൈൻ്റെയോ കോസിൻ്റെയോ ഒരു രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ √2 ഉള്ളോട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്താ വരിക, ഈ √2 ഉള്ളോട്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇൻറ്റു 1/√2, അവിടെ ഒരു പ്ലസ് ഉള്ളൂ, അപ്പോൾ ഇവിടെയും 1/√2 വരും. വന്നല്ലോ. ഈ 1/√2 ഒന്ന് എന്താക്കി കേട്ടിനോ. അപ്പോൾ സൈൻ 45 ഈക്വൽ ടു കോസ് 45, ഇതെന്താ 1/√2 ആണ്, അറിയാലോ. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ √2 പുറത്തുണ്ട്, ഇൻറ്റു സൈൻ 45 ഇവിടെ കോസ് കൊടുക്കുക, 4 വാല്യൂ ഉള്ളൂ. അതായത് കോസ് 45 സൈൻ തീറ്റ പ്ലസ് ഇവിടെ സൈൻ കൊടുക്കുക, സൈൻ 45 കോസ് തീറ്റ. ഇവിടെ കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ കോസ് ബി, ഇങ്ങനെ പറഞ്ഞാൽ എന്താ √2 ഇൻറ്റു സൈൻ, ഇവിടെ 45 അല്ലേ വരുന്നത്. അപ്പോൾ 45നെ അതേപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക, 1/, ഇവിടെ 45 പ്ലസ് തീറ്റ, അതായത് പ്ലസ് സൈൻ എ ബി പ്ലസ് കോസ് എ ബി, ഇങ്ങനെ വരുമല്ലോ. അതായത് തീറ്റ പ്ലസ് 45 ഡിഗ്രി ആട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാവില്ല, നമുക്ക് സൈൻ്റെ വാല്യൂ മാക്സിമം എത്രയാണ് കിട്ടുക, അതാണല്ലോ ഇതിൽ മാക്സിമം നോക്കേണ്ടത്. മാക്സിമം എത്രയാണ് കിട്ടുക, 1 അല്ലേ കിട്ടുക. സൈൻ മാക്സിമം 1 ആണ് വാല്യൂ കിട്ടുക സൈൻ്റെ. അപ്പോൾ ഈ സൈൻ്റെ വാല്യൂ 1 കിട്ടുമ്പോൾ മാക്സിമം എത്രയാണ്, √2 ഇൻറ്റു 1, അപ്പോൾ √2. അപ്പോൾ √2 ആണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂസ് ഒന്ന് എഴുതാനുള്ളത് പട്ടിക, അതായത് ഈ ഒരു പട്ടിക ട്രിഗണോമെട്രിക്സ് വാല്യൂസ്, അതായത് ഓരോ സൈൻ്റെ ആംഗിൾ കോസിൻ്റെ ആംഗിളൊക്കെ വെച്ചിട്ടുള്ള വാല്യൂ എങ്ങനെയാണ് പഠിക്കാമെന്ന് നോക്കാം. അത് ഈ π/2 π/3 എന്നൊക്കെയുള്ള വാല്യൂ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ, π/30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ π/6 ആണ്. അതുപോലെ ഒരു 45 വേണ്ടതാണ് കേട്ടോ. അപ്പോൾ 45 60, ഓക്കെ. അതായത് 45 60 90, ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ വാല്യൂസ് എന്താ വെച്ചാൽ π/4 ആണ്, അതായത് 180 ആണ് π. അപ്പോൾ 180 4 ഡിവൈഡ് ചെയ്താലാണ് 45 ഡിഗ്രി കിട്ടുക. അപ്പോൾ 180നെ 3 ഡിവൈഡ് ചെയ്താലാണ് 60 കിട്ടുക. അതുപോലെ തന്നെ 180നെ 2 ഡിവൈഡ് ചെയ്താലാണ് 90 കിട്ടുക. അതുപോലെ 270 എന്ന് പറഞ്ഞാൽ 3 × 90 അല്ലേ, അപ്പോൾ 3 × π/2 3π/2. ഇനി ഇതിൻ്റെ വാല്യൂസ് എങ്ങനെ ചെയ്ത് വെച്ചാൽ വാല്യൂ 0ൻ്റെ വാല്യൂ സൈൻ 0, അതായത് ഒരൊറ്റ വാല്യൂ പിടിച്ചാൽ 0 1/2 1/√2 √3/2 1, ഈ ഒരു വാല്യൂ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പട്ടികയൊക്കെ എഴുതാൻ പറ്റും. ഇവിടെ ഉള്ള വാല്യൂസ് പറഞ്ഞാൽ 0യും -1. അത് വേറെ പറഞ്ഞുതരാം. ഇവിടെ 0 വന്നില്ലേ, ഇനി ഈ വാല്യൂ തിരിച്ച് എഴുതുക. അതായത് ഇവിടെ 1 വന്നില്ലേ, അതിന് പകരം ഇവിടെ 1 വരും, അതായത് ഇവിടെ 0 വരും. അപ്പോൾ ഇവിടെ 0 വന്ന് 1/2 1/√2 √3/2 1, അതായത് ഈ വാല്യൂ തിരിച്ച് ഇങ്ങോട്ട് എഴുതി. ഇനി ടാൻ എന്ന് പറഞ്ഞാൽ എന്താ, sin/cos അല്ലേ. അപ്പോൾ 0/1 പറഞ്ഞാൽ 0, 1/2 അതെന്താ 1/√3. ഇവിടെ 1/2 അപ്പോൾ അത് 1 തന്നെയല്ലേ, ഈക്വൽ അല്ലേ. ഇനി √3/2/1/2, അപ്പോൾ √3 വരും. ഈ 1/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്, അല്ലെ ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. ഇനി 0 വന്നില്ലേ, ഇത് തിരിച്ചു എഴുതുക, -1 0,
0/1 പറഞ്ഞാൽ എത്ര വരിക 0, -1/0 പറഞ്ഞാൽ ഇൻഫിനിറ്റി. അപ്പോൾ വാല്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു ഫസ്റ്റത്തെ കോളം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിയുള്ള കോളമൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. താങ്ക് യു. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക.